നമസ്തേ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖം തന്നെയാണ്. ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. തൃശ്ശൂർ ജില്ലക്കാണ് കപ്പ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ പാലക്കാട് ജില്ലക്കാരത്തെയാണ്. എന്നിരുന്നാലും തൃശ്ശൂർ ജില്ലക്ക് നമ്മുടെ ജില്ലാ കലോത്സവത്തിന്റെ സംസ്ഥാന കലോത്സവത്തിന്റെ കലാകിരീടം കൊണ്ടുവരികയാണ് അവര് 25 വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, അപ്പൊ അവർക്ക് തൃശ്ശൂർ ജില്ലക്കാർക്ക് അഭിനന്ദനങ്ങൾ പറയാണ്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഫ്രീ വീലിൽ മാത്രം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾക്കിത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഗൈഡൻസ് ആയിട്ട് എടുക്കുക. എപ്പം മുതലാണോ നിങ്ങൾക്കിത് നിങ്ങളുടെ റീഡിംഗ് അല്ലാന്ന് തോന്നുന്നത് ആ നിമിഷം നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നല്ലൊരു റീഡിംഗ് ആവട്ടെ, നിങ്ങളുടെ റീഡിംഗ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനിടയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ സ്പ്രെഡിൽ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ വ്യക്തിനെ കൃത്യമായി മനസ്സിൽ കൊണ്ടുവരിക. അവർക്ക് ആരോടൊപ്പം കഴിഞ്ഞ സമയം എല്ലാം നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ റീഡിംഗ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ റൈക്കി ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ സൗന്ദര്യപ്പിണക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെന്താ, നിങ്ങൾക്കിപ്പോ അവര് വേണ്ട, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആളെ എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മളിവിടെ ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെ മറക്കാനുള്ള സാഹചര്യം, നിങ്ങൾക്ക് പുതിയൊരു ജീവിതം വരാനും പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വരാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കരിയർ വരാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ആദ്യത്തെ കാർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. നിങ്ങളുടെ റിലേഷൻ ബ്രേക്ക് ആവാൻ ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. അത് പലതരത്തിലുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം. ചിലപ്പോ ഇൻലാസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും പാരന്റ്സ് ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയർ അല്ലെങ്കിൽ തൊഴിൽപരമായി എന്തെങ്കിലും ഒരു സാഹചര്യം ഒക്കെ ആയിരിക്കാം. പക്ഷെ എനിക്ക് ഇവിടെ കാണുന്നത് അതർ പാർട്ടി, അതായത് അതർ പേഴ്സൺ തന്നെയാണ്, ഒരു വ്യക്തി തന്നെ ആയിട്ടാണ് എനിക്ക് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. വേറൊരു റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ അത്രയും മുറിവേറ്റ് കഴിഞ്ഞു. നിങ്ങളെ കുത്തിയോടെ നനഞ്ഞോടം കുഴിക്കുക എന്നൊക്കെ പറയുന്ന പോലെ കുത്തിയോടെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത്രയും മുറിവേറ്റ് കിടന്നു പടഞ്ഞ അവസ്ഥയിലും അവര് വന്ന് നിങ്ങളെ എന്താ പറയാ മുറിവില് ഉപ്പ് തേക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉള്ളൊരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നുപോയതും. ചിലവരുടെയൊക്കെ കുറച്ചെങ്കിലും ഹീലായിട്ടുണ്ടാവണം. അല്ലാത്തവര് ഈ ഒരു സാഹചര്യം എന്തായാലും എരുതിയില് എണ്ണ കൊണ്ട് കോരി ഒഴിച്ച ഒരു സാഹചര്യം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാവരുടെയും നമുക്ക് കൺഫേം ആയിട്ട് പറയാനും പറ്റില്ല. ഇത് കാണുന്നത് പല ആൾക്കാരുടെ എനർജീസ് ഉള്ളത് കൊണ്ട് ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു 80-90% ആൾക്കാരുടെ എനർജീസിലും ഈ ഒരു അവസ്ഥ കടന്നു പോയിട്ടുണ്ട്. കാരണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നിരിക്കണം. നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടെ സമാധാനത്തോടു കൂടെ, അല്ലെ, നമ്മളെ ഏറ്റവും നന്നായി സ്നേഹിച്ചവർക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും നന്നായിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇത് ആരായാലും നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ കപ്പിൾ, അതായത് ലവർ ആവണമെന്നില്ല, ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ആവണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സ് ആയാൽ പോലും നമ്മൾ അത്രയും വിശ്വസിച്ച ആൾക്കാർക്ക് മാത്രമേ നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? കാരണം അവർക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, നിങ്ങളുടെ പൾസ് അറിയാം. അപ്പൊ നിങ്ങളെ എവിടെ കുത്തിയ നിങ്ങൾക്ക് എവിടെ കൊള്ളുന്നു അറിയുന്നതും അവർക്കായിരിക്കും. അതുകൊണ്ടാണ് അവര് ഈ ഒരു നല്ല പണി തന്നിട്ട് പോയിരിക്കുന്നത്. അപ്പോ ഹെയർ ഓഫ് ഹാൻഡ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല പ്രാർത്ഥന ഒരിക്കലും മുടക്കാതിരിക്കുക. എന്താ പറയാ, യൂണിവേഴ്സിന്റെ ചോദ്യം, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. അതിന്ന് അവർന്ന് വരുന്ന ഹയർ സെൽഫിന്ന് ഹയർ സോഴ്സിൽ നിന്ന് വരുന്ന ഉത്തരം നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ
നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ പൂർവ്വജന്മ ശാപങ്ങളുടെ ഫലമായിട്ടായിരിക്കാം നിങ്ങളിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിങ്ങളിങ്ങനെ ആലോചിക്കുക, എന്തിനാണ് ഈ വ്യക്തി ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത് അല്ലെ? നിങ്ങൾ പലതവണ ആലോചിച്ചിട്ടില്ലേ? മിണ്ടാതിരിക്കുന്നത് ഞാനായിരുന്നു, വരികയും ചെയ്തു, നല്ല രീതിയിൽ സ്നേഹവും തന്നു, അത് കഴിഞ്ഞ് ചീറ്റും ചെയ്ത് പോയി. എന്തിന്റെ ആവശ്യമായിരുന്നു? ഇവരെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ പോലും നിങ്ങൾക്ക് പലതവണ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഒന്നെങ്കിൽ കാർമിക് സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ പ്രയർ നല്ല രീതിയിൽ ചെയ്യുക. അതായത് പൂർവികന്മാരുടെ ശാപം ചിലപ്പോൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടാവും. ഞാൻ പറയാറില്ലേ, 7 ജന്മത്തിൽ 7 തലമുറ ആണ് പൂർവിക ശാപം നിലനിൽക്കുക എന്ന് പറയില്ലേ, സഞ്ചിത കർമ്മം അങ്ങനെയൊക്കെ കർമ്മം അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതായത് നിങ്ങളായിട്ടായിരിക്കില്ല, ഇപ്പൊ തൊട്ട് നിങ്ങളുടെ അച്ഛനോ ഒന്നും ആവണമെന്നില്ല, നിങ്ങളുടെ മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരായിട്ട് പണ്ട് ചെയ്ത എന്തെങ്കിലും പാപത്തിന്റെ ഫലം 7 തലമുറയിൽ അനുഭവിക്കുമ്പോൾ അത് നിങ്ങളും കൂടെ അനുഭവിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് ഹീൽ ചെയ്ത് പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ഓഫർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ, അതൊക്കെ ചെയ്യാൻ കറുത്തവാവ് വരുന്ന പക്ഷം, ഇപ്പൊ വെളുത്തവാവാണ് വരാൻ പോകുന്നത്, കറുത്തവാവ് വരുന്ന പക്ഷത്തിൽ അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാം. ഓക്കെ, അതൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക. അത് പുഴയിൽ കൊണ്ടൊഴുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ആൻസിസ്റ്റേഴ്സിന്റെ ശാപം അല്ലെങ്കിൽ അവരുടെ കർമ്മഫലമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. നല്ല നീതിയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള നീതിയാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. നീതി ദേവത നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. കാരണം നിങ്ങൾ ഇത്രയും അനുഭവിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനി അനുഭവിക്കേണ്ട, നിങ്ങൾക്ക് നല്ലൊരു ഇത് വരികയാണ്, നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തേർഡ് പാർട്ടിയുടെ, അതായത് നാവാട്ടം നടത്തുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി കുറയാൻ പോവുകയാണ്. കാരണം ആ ഒരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നീതിയില്ല. ഞാൻ കാരണം എന്നുള്ള വേർഡ് കൂടുതൽ പറയുന്നുണ്ടല്ലേ, സോറി. ഓക്കെ, ആ വേർഡാണ് എനിക്ക് കൂടുതലായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ആ വ്യക്തി ഇനി എന്ത് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ കൂടെയാണ് നീതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെയാണ് ന്യായം, നീതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ വ്യക്തി. മറ്റേ ആൾക്കാർ എന്തെങ്കിലും കണ്ണിൽ പൊടിയിട്ടിട്ട് എടുത്തുകൊണ്ട് പോയതായിരിക്കാം. ഞാൻ മുമ്പ് പറയണ പോലെ അക്കരെ പച്ച കണ്ടിട്ട് പോയതായിരിക്കാം. അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഗ്യാസും തീർന്ന് വെടിയും പുകയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരികയായിരിക്കും. ഓക്കെ, ദ എംബറർ ആണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത്. അതന്നെ ഈ ഹീറോഫിന്റെ എംബററും താഴെ മേലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ വിചാരിക്കുന്നത്? ദൈവത്തിന് നല്ല ദൈവാധീനം നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണ്ട സമയമാണ്. ദൈവത്തിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് അവരെ ഉറച്ചു വിശ്വസിക്കുക. ഇനി നിങ്ങൾ വിചാരിക്കും ഏത് ദൈവവും ഇല്ല, എനിക്കിങ്ങനെയൊക്കെ തന്നത് ദൈവം ഇതൊന്നും കണ്ടില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ദൈവത്തിനെ പഴിച്ചിട്ടും ഉണ്ടാവും. ഈവൻ ഞാൻ പോലും ആ ഒരു അവസരത്തില് ഞങ്ങളുടെ നാട്ടിലുള്ള ദൈവങ്ങൾക്കൊന്നും കേൾക്കാത്ത പഴിയില്ല. എനിക്കൊരു ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എന്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ഉണ്ടായിരുന്നു. ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു പീരീഡ് ഞാൻ കടന്നുപോയിട്ടാണ് ഞാൻ ഈ ഒരു ഹീലിംഗ് മേഖലയിലേക്കൊക്കെ ഞാൻ എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഞങ്ങളുടെ തട്ടകത്തമ്മയും എൻ്റെ കുടുംബദേവതയും ഒന്നും കേൾക്കാത്ത വഴക്കില്ല. കാരണം എന്നും ഞാൻ അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഓക്കെ, അപ്പോ നിങ്ങള് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ വിഷമമാണ് നമ്മൾ അവരെ പറഞ്ഞു കേൾപ്പിക്കുന്നില്ല. ഗുരുവായൂരപ്പനൊന്നും കേൾക്കാത്ത ചെത്തിയില്ല. മാസം പോയി ഞാൻ അവിടെ പോയി നിന്ന് അയ്യോ ആ കാലമൊന്നും ഞാനിപ്പോ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ അനുഭവിച്ചത് കൊണ്ടായിരിക്കും ഞാനിപ്പോ ഇത്രയും പവറായി, ഇത്രയും ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എനിക്ക് നിങ്ങളോടൊക്കെ നന്നായി സംസാരിക്കാനും ഈ ഒരു ഇതൊക്കെ അനുഭവിക്കാനും എനിക്ക് സാധിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലുമുള്ളും നിറഞ്ഞതാണെന്ന് കർത്താവ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ആയിരുന്നിരിക്കാം. ഓക്കെ, എന്തായാലും പോട്ടെ, ഞാൻ കുറച്ച് പോക്കറ്റീവ് ആവുന്നുണ്ട്. 10 of Wands എന്നുള്ള ഒരു സംഭവം കഴിയാണ്. നിങ്ങളുടെ ആ ഭാരം മുഴുവൻ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്ന ആ ഒരു ഭാരം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അവരെ പറ്റി ആലോചിച്ചിട്ടും നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ പറ്റി ആലോചിച്ചിട്ടും നിങ്ങൾ സ്വയം പഴിച്ചിട്ടും എനിക്ക് മാത്രം ഇങ്ങനെ ജോലിയുടെ ഭാരമാണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിന്റെ ഭാരമാണെങ്കിലും എല്ലാം കൂടെ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനും വയ്യ. മുതുക് കുനിഞ്ഞ് പറ പറ്റിയിട്ടിരിക്കുകയാണ്. ഇനി അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ല ഈ ലോകത്ത്. നാട്ടുകാരുടെ ബ്രാക്ക്, വീട്ടുകാരുടെ ബ്രാക്ക്, നിങ്ങൾ ചില ആൾക്കാർ വന്ന് നിങ്ങൾ എന്തെങ്കിലും പണി തന്നിട്ട് ഇവരൊക്കെ ആരുടെ എന്ന് നിങ്ങൾ ആലോചിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ
കുറെ ആളുകളെങ്കിലും കടന്നു പോയിട്ടുണ്ട്. ഇവരൊക്കെ എന്നെ എന്തിനാ വന്ന് കഴിക്കുന്നത്, ഞാൻ ഇവരോടൊക്കെ എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇതൊക്കെ നിങ്ങളെ ലൈഫിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഒരു ഇല അനങ്ങുന്നതിന് പോലും അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് തന്നെയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ റിസൾട്ട് 10 ഓഫ് കപ്സ് ആണ്, ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളെ ബ്ലെസ് ചെയ്ത് നിങ്ങളൊരു ഫാമിലി ആയിട്ട് മാറാൻ പോകും. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നോ അതിന് മുന്നത്തെ ദിവസമൊക്കെ ഇതൊക്കെ ഇത് തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയണം, നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കൂ. പക്ഷെ നിങ്ങൾ കമന്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കേൾക്കുന്നില്ല. അത് എനിക്ക് കമന്റ് ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് കമന്റ് മരമൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പോണില്ല. അല്ലെങ്കിൽ കമന്റ് കുറെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറെ റെമ്യൂണറേഷനും വരാൻ പോണില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം വരണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായ അഫർമേഷൻ നിങ്ങൾ പറയൂ. അതോടൊപ്പം തന്നെ എഴുതൂ. ബുക്കിൽ എഴുതുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കമന്റ് ബോക്സിലിടൂ. കമന്റ് ബോക്സിൽ ഇടുമ്പോൾ എന്താ സംഭവിക്കുക, ഒരുപാട് പേര് ഇത് കാണും. ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ കമന്റ് കാണും. കമന്റ് കാണുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോ സജഷൻ സംഭവിക്കും. ഓരോരുത്തരും മാനിഫെസ്റ്റേഷൻ അവർ പോലും അറിയാതെ അത് മാനിഫെസ്റ്റേഷൻ ആവും. അതിനാണ് കമന്റ് ഇടൂ കമന്റ് ഇടൂ കമന്റ് ഇടൂ എന്ന് ഞാൻ പറയുന്നത്. അല്ലാണ്ട് എനിക്ക് വേറൊന്നും, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഉള്ളത് പറയാലോ. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു, അതായത് 4000 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ശ്രമിച്ചിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എനിക്കിതൊരു വരുമാനത്തിന്റെ ഇതിനു വേണ്ടി മാത്രമല്ല ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നതെന്ന്. കുറച്ച് പേര് എന്റെ മുമ്പിൽ വരുന്ന ഞാൻ 1-ാം തീയതി ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചത്, എന്റെ മുമ്പിൽ ആരാണോ വരുന്നത് എനിക്ക് അവരെ സന്തോഷമാക്കി വിടാൻ സാധിക്കണേ ഗുരുവായൂരപ്പ. അവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കണം, നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, അവർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കണം. ഞാൻ ഇത് തന്നെയാണ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളത്. കാരണം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കൂ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കിടന്ന നേരം ഉറക്കം വരില്ല, നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സന്തോഷമായിട്ടിരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതേപോലെ എൻ്റെ അടുത്ത് വരുന്നത് ഹീലിങ്ങിന് വരുന്നവരായാലും, പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരായാലും, കൗൺസിലിങ്ങിന് വരുന്നവരായാലും, ആരായാലും എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരേറ്റവും സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകണം. അങ്ങനെ ആക്കിയിട്ടേ ഞാൻ അവരെ വിടുകയുള്ളൂ. അത് ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാരും ഇപ്പോഴും പോയിട്ടില്ല. അതായത് ഈ കാർഡ് റീഡിങ്ങിന് ശേഷം കോഴ്സിന് ജോയിൻ ചെയ്ത ഒരാളും പോയിട്ടില്ല. അല്ലാത്ത എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് മീൻസ് എന്റെ കോഴ്സിന് ജോയിൻ ചെയ്ത ആൾക്കാരെന്ന് ഞാൻ ഫ്രണ്ട്സ് എന്നാ പറയാ. അവരുണ്ട്, അവരിപ്പോഴും ഉണ്ട്. 2023 നവംബറിലാണ് ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം മുതലുള്ള ആൾക്കാർ, അതിൽ ആദ്യത്തെ വ്യക്തി മുതൽ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അവരിപ്പോ ഒരു ഹോപ്പോണോപ്പോണോ ഹീലറായിട്ട് മാറിയിരിക്കുകയാണ് ചേച്ചി, അമ്പിളി ചേച്ചി. അവർക്ക് അത്രയും പവർ ഹോപ്പോണോപ്പോണോ ചെയ്ത് അവർക്ക് അത്രയും പവർ കിട്ടി അവർ ഹോപ്പോണോപ്പോണോ ഹീലറായി മാറിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കും ഓരോരോ പവർ കിട്ടും. ഈ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പവർ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. പിന്നെ അല്ല ഇതൊക്കെ എന്ത് ചെയ്തിട്ട് കാര്യം, എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, എത്ര ആൾക്കാരെ നമ്മൾ കണ്ടിരിക്കുന്നത്, എത്ര പൈസ കൊണ്ട് ചിലവാക്കിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിടുകയാണെങ്കിൽ നിങ്ങൾ പൊക്കോളൂ. എനിക്ക് യാതൊരു ഒന്നും പറയാനില്ല നിങ്ങളോട്. നല്ലത് വരട്ടെ എന്ന് മാത്രം. പക്ഷെ ഒന്ന് മാറി ചിന്തിച്ചു നോക്കുക, എന്താ അവിടെ സംഭവിക്കാൻ പോകണമെന്ന് അറിയാലോ. അതിനു വേണ്ടിയിട്ടെങ്കിലും സാധിക്കുമെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ ടാരോ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാരോ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഞാൻ പറയുന്ന എമൗണ്ട്, അത് ഞാൻ എത്രയാണോ കൊടുത്ത് ആ ഒരു എമൗണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. അതിൽ കൂടുതലും കുറവൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലും തരാൻ പറ്റാത്ത ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ നിങ്ങളത് 3 തവണയായിട്ടോ 2 തവണയൊക്കെ ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ നമ്മൾ കുറെ അതിൽ ലവ് കാർഡൊക്കെ എടുത്തിട്ട് നമുക്ക് ഒറാക്കിൾ കാർഡും കൂടെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് നല്ല കുട്ടികളായിട്ട് ഒന്ന് പുഞ്ചിരിച്ചേ, നിങ്ങളുടെ മുഖത്ത് നല്ലൊരു സ്മൈല് വരട്ടെ. ലവ് കാർഡൊക്കെ കാണുമ്പോ തന്നെ നല്ലൊരു ഹാപ്പിനെസ് തോന്നുന്നില്ലേ? ട്രസ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ, ഓഫ് കോഴ്സ്, ത്രൂ acceptance. Once you accept the current situation, it will automatically transform. അതായത് നിങ്ങൾ വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എന്തായാലും ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ട്രാൻസ്ഫോംഡ് ആവും. അതായത് ഈ ഒരു സാഹചര്യം മാറി നല്ലൊരു കാലം വരും എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഏതാണ് ഒരു വരി ഉണ്ടല്ലോ, ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള ഒരു സിനിമയില് ഒരു പാട്ടുണ്ട്, ചുംബന പൂക്കൊണ്ട് മൂടി എന്റെ തമ്പുരാട്ടി നിന്നുറക്കം. അതിലൊരു വരിയുണ്ട്, പർട്ടിക്കുലർ വരി.
എന്താണ്, കത്തിയെരിയുന്ന ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആ ഒരു ഗ്രീഷ്മമാണ് അതായത് വേനലാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ആക്ച്വലി ഡിസംബറാണ്, വേനലല്ല, മഞ്ഞുകാലമാണല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വേനൽ കത്തിയെരിയുന്ന ഒരു സമയമാണെങ്കിൽ നല്ലൊരു പൂക്കാലം നിങ്ങൾക്ക് വരാൻ പോവുകയാണെന്നുള്ള ഒരു വേർഡാണ് എനിക്കിപ്പോ ഇവിടെ പറയാനായിട്ട് തോന്നുന്നു. റിഫ്ലക്ഷൻ, ഗിവ് ഈച്ച് അതർ സം സ്പേസ് അറ്റ് ദ മൊമെന്റ്, ട്രസ്റ്റ് ആൻഡ് ഹാവ് ഫെയ്ത്ത് ദാറ്റ് ആൾ വിൽ വർക്ക് ഔട്ട് ഫോർ ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഏഞ്ചൽ എന്താണ് നമ്മളോട് പറയുന്നത് നോക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു സഹായം തേടുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് യൂണിവേഴ്സിന്റെ സഹായം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒന്ന് ഗൈഡൻസ് എടുക്കുന്നത്, അതിന് തന്നെയാണ് പറയുന്നത് ആസ്ക് ഫ്രം അതേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ടാരോ ഒക്കെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതൊക്കെ ആസ്ക് ഫ്രം അതേഴ്സ് ആണ്, ആരുടെയെങ്കിലും സഹായം തേടാനാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ ഒരു കാർഡാണ് ഇതിൽ വന്നിരിക്കുക. അല്ല ഇപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിയുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെ കൊണ്ടും ഇതിനെ പറ്റി എന്താണ് ഇനി ഞാൻ എന്ത് ഫർദർ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുക. അത് ചോദിച്ചിട്ട് ഇനിയിപ്പോ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോ എന്തായാലും നല്ലത് വരട്ടെ, നല്ലത് സംഭവിക്കും, ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസമാണ് അല്ലെ, ലാലേട്ടൻ പറഞ്ഞ പോലെ വിശ്വാസം അതല്ലേ അല്ല എന്ന് വെറുതെ അല്ല പറഞ്ഞത്, അതൊരു ക്യാപ്ഷനായിട്ട് കല്യാൺ ജ്വല്ലറിക്കാർ കൊടുത്തതെങ്കിലും പക്ഷെ അത് ഏറ്റവും നല്ല ട്രസ്റ്റ് ആണ്, നമ്മുടെ വിശ്വാസമാണ് അല്ലെ. വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നൊക്കെയല്ലേ പറയുന്നത്, അത് സത്യമാണ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതായിത്തീരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചിന്തകളെ നന്നാക്കി മാറ്റുക, നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കി മാറ്റുക, നിങ്ങളുടെ വാക്കുകൾ നന്നാക്കി മാറ്റുക, നിങ്ങൾ നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ചെറിയൊരു സ്റ്റോറി കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുക. അത് ലാഗായിട്ടുണ്ട്, നിങ്ങൾ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി, അല്ലാത്തവര് കണ്ണു നിർത്തിക്കോ. എൻ്റെ ഒരു ഫ്രണ്ടിന് ശബ്ദം പോയി. അദ്ദേഹം ഒരുപാട് അനൗൺസ്മെന്റും ഒക്കെ ചെയ്ത ആളാണ്, ഒരു ആക്ടറാണ്, ഫിലിം ആക്ടറാണ്, നിങ്ങൾക്ക് പറഞ്ഞറിയും. നമ്മുടെ ഇതിൽ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്വാതി മോഹനൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സൗണ്ട് പോയ സമയത്ത് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു. അതെന്താ എന്തുകൊണ്ടാണ് സൗണ്ട് പോയതെന്ന് അറിയില്ല. അപ്പോൾ ആൾ പല പല ഡോക്ടേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ പോയി, അപ്പോഴൊന്നും മാറ്റം ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഒരു യോഗീനെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ശബ്ദം മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ ചോദിക്കും. അപ്പൊ ആള് പറയാം, ഞാനൊരു അനൗൺസർ ആയിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആള് പറഞ്ഞു, അത് മാത്രമല്ല, നിങ്ങൾ ഒരാളെ കുറ്റം പറയാൻ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ശബ്ദം മിസ്യൂസ് ചെയ്യണം. നിങ്ങൾ ഒരാളെ ചീത്ത പറയാൻ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒച്ച മിസ്യൂസ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുക. ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൗണ്ട് അവർക്ക് എത്ര ഡിവൈൻ ആണല്ലേ. അവർ ആഗ്രഹിക്കും, അവർക്കൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്, പാട്ട് പാടാൻ കഴിയുന്നുണ്ട്, എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ വാക്കിനെ നമ്മൾ വേണ്ടാത്തത് പറഞ്ഞിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇനിയെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കുക. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയപ്പോൾ ഒരമ്മ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഒരു സംഭവം ഉണ്ടായി. അതിന്റെ പറഞ്ഞിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഭാഗം മാത്രം പറയാം. ആ അമ്മ ഇടത്തിരിക്കത്തെ അമ്മയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അവര് പറയാ, എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവരും എൻ്റെ അടുത്ത് വഴക്കിന് വരികയാണ്, ഞാൻ അവരുടെ അടുത്ത് വഴക്കിട്ട് മതിയായി എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളതിന് തിരിച്ച് വഴക്കിടാൻ പോകണം, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോക്കോട്ടെ, നിങ്ങളെ വഴക്കിട്ട് പറഞ്ഞാൽ അതിന്റെ കർമ്മഫലം അവർക്ക് തന്നെ കിട്ടുക, അല്ലാണ്ട് നിങ്ങൾക്കല്ല കിട്ടാൻ. നിങ്ങൾ തിരിച്ചു പറയുമ്പോൾ ഗിവ് ആൻഡ് ടേക്ക് ആയി. അപ്പൊ നിങ്ങൾക്കും അതിന്റെ കർമ്മഫലം കിട്ടും, അവർക്കും കിട്ടും. നെഗറ്റീവ് വശം നേരെ മറിച്ച് നമ്മളൊന്നും പറയാതെ സൈലന്റ് ആയിട്ട് ഇരിക്കും, അവരൊന്ന് ബ്ലെസ് ചെയ്ത് വിടും, എന്ത് സംഭവിക്കും? നമുക്ക് ആ ബ്ലെസ്സിങ്സ് ആയിരിക്കും ഇങ്ങോട്ട് കിട്ടുക. നമ്മൾ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. നിങ്ങൾ ബ്ലെസ്സിങ്സ് കൊടുത്താൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കിട്ടും, നിങ്ങൾ ടാക്കാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചത് ബൂമറാങ് പോലെ ഇവിടെ എത്തും. ഒരുപാടായില്ലേ ഇന്നത്തെ വീഡിയോ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.